നല്ല സ്വാദും ചൊടിയുള്ള വെണ്ടയ്ക്ക കൂട്ടാൻ ഉണ്ടാക്കാം. വെണ്ടയ്ക്ക കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാമാണ് എടുത്തേക്കണേ. ഈ വലുപ്പത്തിൽ നുറുക്കിയിട്ടുണ്ട്. ഇനി വഴറ്റാൻ വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ഇഞ്ചി നുറുക്കിയത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്, ചെറുതായിട്ട് നുറുക്കിയതാണ്. 6 വെളുത്തുള്ളി നുറുക്കിയത്, 1/4 കപ്പ് ചെറിയുള്ളി, ഇത് വഴറ്റാം. 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. തക്കാളി നല്ലോണം വെന്ത് വഴന്നു വരണം. എല്ലാം യോജിച്ചു. ഇനി പകുതി എടുത്തിട്ട് അരച്ചെടുക്കാം. ചൂടാറാൻ വയ്ക്കാം. വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ മതി. വെണ്ടയ്ക്ക വഴറ്റി വരണ ഒരു സമയം കൊണ്ട് അരയ്ക്കാനുള്ളത് ചൂടാറിക്കോളും. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഒരു ചെറിയ കഷ്ണം കായം ചൂടുവെള്ളത്തിൽ അലിയിച്ചതാണ്. പാകത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ചേർക്കാം. 1/4 കപ്പ് വെള്ളം മതി. നെല്ലിക്കയുടെ അത്ര വലുപ്പത്തിൽ 1/2 കപ്പ് വെള്ളത്തിൽ പുളി കുതിർത്തിയതാണിത്. തിളച്ചു അരച്ചതൊഴിക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പാകത്തിന് ഗ്രേവിയായി, ഇത്തിരി കുറുകിയിട്ടാണ്. എല്ലാം കൂടി തിളക്കട്ടെ. 2 ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടി ചേർക്കാം. കൂടുതൽ ലൂസ് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഈ സമയത്ത് ഒഴിക്കാം. ഇപ്പോൾ നല്ലോണം തിളച്ചു കഴിഞ്ഞു. ഇനി വറുത്തിടാം. വെളിച്ചെണ്ണയിലേക്ക് കടുക് 1/2 ടീസ്പൂൺ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 തണ്ട് കറിവേപ്പില, 4 ചുവന്ന മുളക് കഷ്ണാക്കിയത് വറുത്തിട്ടതിന് കൂട്ടാനിലേക്ക് ഒഴിക്കാം. സ്പൈസി ആയിട്ടുള്ള കൂട്ടാനാണ്.